പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, കൊട്ടിയൂരിൽ തിരുവഞ്ചിറച്ചിറിയുടെ ചുറ്റിലുമായി മുകളിൽ പൗരാണികമായ നിലയിൽ ഓല കൊണ്ടുമേഞ്ഞ ഈ ചെറുവീടുകൾ അഥവാ കയ്യാലകൾ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. കൊട്ടിയൂരിലെ പാരമ്പര്യ അവകാശികളായ അടിയന്തരക്കാരായ ഇവർ ചോതിനാളിൽ ആരംഭിക്കുന്ന ഉത്സവ ദിനം മുതൽ ചിത്തിര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന 28 ദിനങ്ങളിൽ പെരുമാളിൻ്റെ വിവിധ കർമ്മങ്ങളിൽ വ്യാപൃതരായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നവരാണ്. ഊരാളന്മാർ, സ്ഥാനീയന്മാർ, വാര്യർ, നമ്പീശൻ, നായന്മാർ, ചാക്യാർ, ഓച്ചർ എന്ന് ബഹുമാന പുരസരം വിളിക്കുന്ന മാരാർ വിഭാഗക്കാരൊക്കെ ഇതിൽപ്പെടുന്നു. നമുക്ക് അടിയന്തര വിഭാഗങ്ങളിലെ ചില പ്രമുഖരെ പരിചയപ്പെടാം. ശ്രീ ശശി വാര്യർ, നമസ്തേ. ഒരു മഹത്തായ ഉത്സവത്തിൻ്റെ ഭാഗഭാക്കാണ് താങ്കൾ. ചോതിവിളക്കിന് വേണ്ട ദീപം അങ്ങയുടെ ആ ചാതിയൂർ അമ്പലത്തിൽ നിന്നും വഹിച്ചു കൊണ്ടുവരിക എന്നൊരു വലിയ ദൗത്യത്തിൻ്റെ വാഹകനാണ് താങ്കൾ. എത്ര വർഷമായി താങ്കൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ട്? ഞാനിവിടെ ഒരു 26 വർഷമായി. 26 വർഷമായി. മരുമക്കത്തായ സമ്പ്രദായത്തിലാണ് പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ ജാതിയൂർ മഠം ക്ഷേത്രത്തിൽ നിന്ന്, ജാതിയൂർ മഠം എന്ന് പറയുന്നത് യാഗത്തിയൂർ മഠം, പിന്നീട് അപ്പോൾ ജാതിയൂർ മഠം ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ അഗ്നി കൊണ്ടുവന്ന് ചോതിവിളക്ക്, ചോതി നാളിൽ നെയ്യാട്ടത്തിൻ്റെ ദിവസം തറയിൽ ചോതിവിളക്ക് ആദ്യമായി ഇവിടെ തെളിയിക്കുന്ന തിരി ചോതിവിളക്കാണ്, നെയ്യാട്ടം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഓരോ അടിയന്തര കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതാത് സമയത്ത് നമ്പൂതിരിമാർ കുളിക്കുന്നത്, ഇവിടുത്തെ എല്ലാ അടിയന്തര കാര്യം എന്ന് പറയും പെരുമാളുടെ ഓരോ അടിയന്തരത്തിൽ മുന്നിന്നുകൊണ്ട് തേടുക എന്നുള്ളതാണ് സമ്പ്രദായം. എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അത് പിന്നെ ഒരു ദൂത് എന്നുള്ളതാണ്, ഒരു ദൗത്യമാണ്, പെരുമാളുടെ ദൂത്, പെരുമാളിന്റെ ഒരു ദൗത്യമാണ്, പെരുമാളുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് അങ്ങ് നിർവഹിക്കുന്നത്. വളരെ സന്തോഷം. ഇങ്ങനെയുള്ള എത്ര കയ്യാലകളിലൂടെയുണ്ട് ഇവിടെ? മാരാറുടെ കയ്യാലയിൽ തന്ത്രിമാര്, നമ്പീശന്മാര്, പ്രധാനപ്പെട്ട എത്ര ഊരാളന്മാരാണ് ഇവിടെയുള്ളത്? ഇപ്പൊ 4 ഊരാളന്മാർ, 4 പ്രധാനപ്പെട്ട ഊരാളന്മാർക്കുമുള്ള കയ്യാലകൾ ഇവിടെയുണ്ട്. അത് നായർ വിഭാഗത്തിൽപ്പെടുന്നു. പിന്നെ പാരമ്പര്യേതര ട്രസ്റ്റിമാരുണ്ട്, അഷ്ടപതി കൊട്ടിപ്പാട്ട് സേവയാണ്. അത് ഈ ആരാധന, തിരുവോണ ആരാധനയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ കുടുംബമാണ് അതിന്റെ പിറകിൽ? അല്ല, ഇത് ഓച്ചർ ഫാമിലി എന്നത് പാരമ്പര്യമായിട്ട് പയ്യന്നൂർ, ഓച്ചർ ഫാമിലി എന്ന പയ്യന്നൂർ മാരാർ കുടുംബങ്ങളാണ് ഇവിടെ അഷ്ടപതി കൊട്ടിപ്പാടുന്നത്. ശങ്കരൻകുട്ടിമാരായിരുന്നു കടന്നപ്പള്ളി ശങ്കരൻ. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനാണ്. പിന്നെ ബിനു മാരാർ, അതൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ളതാണ് ഓച്ചർ സ്ഥാനികർ. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ അഷ്ടപതി പാടുന്ന മണിയേട്ടനാണ്. മണിയേട്ടൻ ഇവിടെ പയ്യന്നൂർ മണി ഇവിടെ അഷ്ടപതി ചൊല്ലാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രളയപയോധിജല എന്ന അതിമനോഹരമായ അഷ്ടപതി സ്ഥിരം അതിന്റെ ആസ്വാദകനാണ് ഞാനത്. ഏതായാലും വളരെ അധികം നന്ദി, നമസ്കാരം. അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേക്ക് കൊട്ടിയൂർ പെരുമാളുടെ എല്ലാ അനുഗ്രഹാശിസുകളും ഉണ്ട്. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാദ്യോപകരണങ്ങളിലൂടെ, കൊട്ടിപ്പാട്ട് സേവയിലൂടെ കൊട്ടിയൂർ പെരുമാളിനെ ആരാധിക്കാനുള്ള പ്രത്യേക അവകാശം ലഭിച്ച ഓച്ചർ എന്ന ബഹുമതിയുള്ള മാരാർ വിഭാഗത്തിലെ പ്രമുഖരെയാണ്. അഷ്ടപതി ആചാര്യനായ, നിരവധി കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ പയ്യന്നൂർ കൃഷ്ണമണി മാരാർ മുതൽ ഓച്ചർ വിഭാഗത്തിലെ ഇളമുറക്കാർ വരെ ഇവിടെ ഭഗവാനെ സേവിക്കാനായുണ്ട്. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി വിവിധതരം കയ്യാലകളെ പറ്റി. ഓച്ചർ കയ്യാലയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാദ്യകലകളെ നയിക്കുന്ന, അഷ്ടപതി ആലപിക്കുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന മാരാർ സമുദായക്കാരുടെ കയ്യാലയാണ്. ഇന്ന് എൻ്റെ കൂടെ ഇവിടെയുള്ളത് ഇന്ത്യ മുഴുവനും അഷ്ടപതിയെ ജനകീയവൽക്കരിച്ച ശ്രീ പയ്യന്നൂർ
കൃഷ്ണമണി മാരാറാണ്. മണിച്ചേട്ട സുഖം തന്നെയല്ലേ? ഏതായാലും എത്ര വർഷമായി അങ്ങ് ഭഗവാന്റെ ദൗത്യവുമായി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ വരുന്നു? ഏകദേശം ഒരു 50 വർഷമായി. 50 വർഷമായി കൃഷ്ണമണി മാരാർ ഈ ദൗത്യം നിർവഹിക്കുന്നു. മുമ്പ് താങ്കളുടെ പിതാവായിരുന്നു? അമ്മാമനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് മദ്ദളരാജൻ കുഞ്ഞിരാമമാരാർ. അങ്ങനെ ഒരു മരുമക്കത്തായ രീതിയിലാണോ താങ്കൾ ഇവിടെ എത്തിപ്പെടുന്നത്? അതെ അതെ. ഇനി എത്ര മണിക്കാണ് താങ്കളുടെ ഈ അഷ്ടപതി കച്ചേരി ഇവിടെ? ഇവിടെ സമയത്തിന് ഒരു വിലയില്ല, പ്രത്യേക സമയക്ലിപ്തങ്ങളൊന്നുമില്ല. ഇല്ല. അത് ഇവിടെ നിവേദ്യം ഇടപ്പള്ളിയിൽ നിവേദ്യമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കും. നമ്മളല്ല, വേറെ ആളെ വിളിക്കും. അപ്പോൾ അവിടെ പോയി അതിൻ്റെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പൂജക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഉള്ളത് പിന്നെ ആയിരക്കുട അഭിഷേകം വൈകിട്ടത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ആയിരക്കുട അഭിഷേകം. അത് കഴിഞ്ഞാൽ പിന്നീട് നവകാഭിഷേകം കഴിഞ്ഞാൽ പിന്നീട് അത്താഴപൂജയായി. ഈ സമയത്താണ് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ, 1 മണിക്കൂറിന് മുകളിൽ താങ്കൾ അഷ്ടപതി ആലപിക്കുന്നു. സോപാന സംഗീത രൂപത്തിൽ. ഉഷപൂജക്കാണ് പ്രളയപയോധികല എന്ന ആ അഷ്ടപതി താങ്കൾ ആലപിക്കുന്നത്. ഈ വൈകിട്ടത്തെ പൂജയ്ക്ക് ഏത് അഷ്ടപതിയാണ് പ്രാധാന്യമുള്ളത്? അത് സമയത്തിനനുസരിച്ചിട്ട് നീങ്ങും. അത് അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സോപാന റാണിയുണ്ട്, കൈലാസോപരി എന്നുള്ളൊരു റാണിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു അഷ്ടപതി പാടും. ആ അഷ്ടപതി ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം അത് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നീട് പൂജ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഒരു സോപാനം പാടും. ഇതിൽ ശിവാഷ്ടപതി ഉണ്ടോ? അല്ല, സാധാരണ ജയദേവരുടെ അഷ്ടപതി മാത്രമാണ്? ജയദേവരുടെ അഷ്ടപതിയുള്ളൂ. രാമാഷ്ടപതി ശിവാഷ്ടപതി ഒന്നും ഇതിൽ ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ആരും പഠിച്ചിട്ടില്ല. ഞാൻ ശിവസങ്കേതമായതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ ആ പാരമ്പര്യ രീതിയിൽ ജയദേവരുടെ 24 അഷ്ടപതികളിലും ആ സാന്ദർഭികമായിട്ട് നമ്മൾ ആലപിക്കുന്നു. അങ്ങനെയാണ്. കേരള സർക്കാരിന്റെ പുരസ്കാരങ്ങൾ നേടിയ പഴയകാലത്ത് രാജഹസ്തേന കങ്കണം, രാജാവിന്റെ കൈകൊണ്ട് പട്ടും വളിയും ലഭിക്കണമെന്നാണ്. ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ച ശ്രീ പയ്യന്നൂർ കൃഷ്ണമണി മാരാർക്ക് ഡോക്ടർ മാരാർജിയുടെ പേരിൽ അഗൈതവമായ ഞങ്ങളോട് സഹകരിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ശ്രീ കൃഷ്ണമണി മാരാരുടെ കനിഷ്ഠഭ്രാതാവായ എടക്കാട് രാധാകൃഷ്ണ മാരാറും സന്നിഹിതനാണ്. അദ്ദേഹവും ഈ ഉത്സവത്തിൻ്റെ ഭാഗമാണിത്. താങ്കളും അഷ്ടപതി കലാകാരനാണെന്ന് അറിയാം. പക്ഷേ താങ്കൾ അറിയപ്പെടുന്ന ഓട്ടംതുള്ളൽ കലാകാരനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടംതുള്ളൽ ആചാര്യനായ എടക്കാട് PS മാരാറുടെ പുത്രനാണ് ശ്രീ രാധാകൃഷ്ണ മാരാർ. ഇവിടെ താങ്കളുടെ ദൗത്യം എന്താണ്? ഈ ഉത്സവ സമയത്ത് വാദ്യമാണോ, ഓട്ടംതുള്ളലാണോ, അല്ല അഷ്ടപതി ആലാപനമാണോ? ഇവിടെ സ്ഥാനം കിട്ടിയത് ചെണ്ടക്ക് മാരാർ സ്ഥാനികനായിട്ടാണ്. ചെണ്ടയുടെ മാരാർ സ്ഥാനികനാണ്. വളകെട്ട് ഇവിടെ തട്ടും പുറത്ത് വളകെട്ടി മാരാർ സ്ഥാനികനാണ് ഏട്ടനും ഞാനും. പിന്നെ ഇവിടെ സ്ഥാനം കിട്ടണമെങ്കിൽ ഈ ക്ഷേത്രത്തിലെ അടിയന്തര കാര്യങ്ങൾ മുഴുവനായി അറിയുന്ന, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആയിരിക്കണം. ഇവിടെ തട്ടും പുറത്തും രാജരാജേശ്വര കൊട്ടും പുറത്തുമാണ് വള. ഇവിടുന്ന് തട്ടും പുറത്ത് വള കിട്ടിയവരാണ് മാരാർ സ്ഥാനികരാണ്. ഞാൻ പറഞ്ഞ ശ്ലോകം റെഡിയാണ്. രാജാവിന്റെ കൈകൾ കൊണ്ട് പട്ടും വളിയും ലഭിച്ചവരാണ് നിങ്ങൾ. വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിലും താങ്കളുടെ ശ്രദ്ധ വേണം. ഏട്ടൻ്റെ കൂടെ തന്നെ അഷ്ടപതി ആലാപനമുണ്ട്, വാദ്യത്തിൻ്റെ കാര്യത്തിലുമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഇവിടുത്തെ പ്രാധാന്യമായ ഓച്ചർ എന്നുള്ള സ്ഥാനികരാണ് ഇവർ രണ്ടുപേരും. ഓച്ചർ എന്നുള്ള സ്ഥാനം ഇവരുടെ പേരിലാണ് ആ സ്ഥാനം അങ്ങനെയുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഓച്ചർ സ്ഥാനത്തിൻ്റെ അധികാരിയായ ശ്രീ വിനോദ് മാരാറെ പരിചയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ കൃഷ്ണമണി മാരാർ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഗുരുസ്ഥാനീയനുമായ വാദ്യരത്നം കുഞ്ഞിരാമ മാരാറുടെ മകനാണ് ശ്രീ വിനോദ് മാരാർ. എന്താണ് ഈ ഓച്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒച്ച സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ. അങ്ങനെ വാദ്യം വാദ്യം ഒച്ച സംബന്ധമായി കൈകാര്യം ചെയ്യുന്ന ഈ വിഭാഗമായതുകൊണ്ടാണ് ഓച്ചർ എന്ന പദവി ഇവിടെ വന്നത്. പെരുമാൾ തന്നതാണ്. കൊട്ടിയൂർ പെരുമാൾ തന്നൊരു പദവിയാണ്. അപ്പൊ എത്ര വർഷമായി താങ്കൾ? 20 വർഷമായി. 20 വർഷമായി ഈ ഓച്ചർ സ്ഥാനത്തിരിക്കുന്നു. അതെ, മൊത്തം എല്ലാം ശ്രദ്ധിക്കുക. പാണിയാണ് അങ്ങ് പാണിയിൽ എക്സ്പേർട്ടാണ്. അതെവിടെയില്ലാതെ പാണിയാണ് കൊട്ടിയൂർ പെരുമാൾ. കൊട്ടിയൂർ പെരുമാളിന്റെ പാണിക്ക് വളരെ സവിശേഷതകളുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുക. പാണിയിൽ സവിശേഷമായ പാണി ഉപയോഗിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന അധികാരമുള്ള കൊട്ടിയൂർ പെരുമാളിനെ ഉണർത്തുന്ന ദൗത്യം നിർവഹിക്കുന്ന മഹത് വ്യക്തിയാകുന്നു നമ്മുടെ മുന്നിലുള്ള ശ്രീ വിനോദ് മാരാർ. പ്രിയമുള്ളവരെ, കൊട്ടിയൂർ പെരുമാൾ അനുഗ്രഹിച്ചു നൽകിയ ആ ഓച്ചർ പദവിയിലെ ഇളം തലമുറക്കാരനെയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത്. രാധാകൃഷ്ണൻ ഓച്ചറാണ്. ഇദ്ദേഹം നീലീശ്വരത്ത് മന്തംപുറത്ത് കാവിൽ വാദ്യത്തിൽ അടിയന്തരക്കാരനായി ജോലി ചെയ്യുന്നു. കൊട്ടിയൂർ പെരുമാളിൻ്റെ ഈ 28 ദിനം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗഭാക്കാവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുകയാണ്. രാധാകൃഷ്ണ മാരാർ, എങ്ങനെയുണ്ട് അങ്ങയുടെ അനുഭവം ഈ കൊട്ടിയൂർ പെരുമാളുമായി? എത്ര വർഷമായി താങ്കളിവിടെ വന്നുകൊണ്ടിരിക്കുന്നു? 2ാമത്തെ വർഷമാണ്. നീണ്ട 2 വർഷമായി. വളരെ ചെറിയൊരു കാലയളവിലാണ് താങ്കൾ ഇവിടെയുള്ളത്. എങ്ങനെയുണ്ട്? താങ്കളുടെ അമ്മാമനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 വർഷമായി ആ സാരഥ്യം താങ്കൾ ഏറ്റെടുക്കുന്നു. അനുഭവം എങ്ങനെയുണ്ട്? 2 വർഷമായി പെരുമാളുമായുള്ള താങ്കളുടെ ഒരു അഭേദ്യമായ ബന്ധം ഒന്ന് വിശദീകരിക്കാം. പറയാൻ വാക്കുകളില്ല. പെരുമാൾ തന്നെ എത്തിപ്പെടാൻ സാധിച്ചത് എത്തിപ്പെട്ടത് തന്നെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഹന്തഭാഗ്യം ജനാനാം എന്ന ആ നാരായണീയത്തിലെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഒരു മഹാപുണ്യമായി അദ്ദേഹം ഈ ഒരു ജോലിയെ കണക്കാക്കുന്നു. വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണ മാരാർ. നമസ്തേ. ഭക്തജനങ്ങളെ, ഊണും ഉറക്കവുമൊഴിഞ്ഞ് കൊട്ടിയൂർ പെരുമാളിൻ്റെ സേവനങ്ങൾ വ്യാപൃതരായ ഈ അടിയന്തര വിഭാഗക്കാർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി കൊട്ടിയൂർ പെരുമാൾ എന്നും തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തലമുറയും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വൈശാഖ മാസത്തിൽ ആരംഭിക്കുന്ന ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ 28 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് എത്തിച്ചേർന്ന് പെരുമാളെ സേവിച്ച് തങ്ങളുടെ അടുത്ത തലമുറയുടെ കൂടി സുഹൃതങ്ങൾ ഏറ്റുവാങ്ങട്ടെ എന്ന് ഡോക്ടർ മാരാർജി പ്രാർത്ഥിക്കുന്നു.